നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ അത് തൊട്ടിട്ടാണ് നമുക്ക് പ്രോബ്ലം മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് പറഞ്ഞു. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർ ഹെഡ് എക്സ്പെൻസസ് ടു ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്, ബോത്ത് പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ബോത്ത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കുണ്ടായിട്ടുള്ള ഓവർ ഹെഡ് എക്സ്പെൻസസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയണത്. അപ്പോൾ നോക്കി നോക്കാം, നമ്മുടെ ഓർഗനൈസേഷനിൽ 4 ഡിപ്പാർട്ട്മെൻറ്റാണുള്ളത്. ഒന്ന് മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ അസംബ്ലി ഡിപ്പാർട്ട്മെൻറ്റ്, ക്ലീനിങ് ഡിപ്പാർട്ട്മെൻറ്റ്, ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാവും നമുക്ക്. എന്ത് മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. അതുപോലെ തന്നെ അസംബ്ലി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ അതും പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. ക്യാൻറ്റീൻ എന്താണ്, ക്യാൻറ്റീൻ ക്ലീനിങ് ഡിപ്പാർട്ട്മെൻറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. അതുപോലെ തന്നെ ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെൻറ്റും എന്താണ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു ഓവർ ഹെഡാണ് റെൻ്റ് എന്ന് ഇൻഷുറൻസ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു എക്സ്പെൻസസ് 1000 രൂപ ഉണ്ടെന്ന് വിചാരിക്കൂ. ഇതാണ് നമുക്ക് ടോട്ടൽ ഉണ്ടായിട്ടുള്ള ഇൻഷുറൻസ്. ഈ 1000 രൂപേനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും, ഈ മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും, അസംബ്ലി ഡിപ്പാർട്ട്മെൻറ്റിലേക്കും, ക്ലീനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും, ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും, ഈ 4 ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ഓർഗനൈസേഷനിൽ ഇനി 5 ഡിപ്പാർട്ട്മെൻറ്റോ 6 ഡിപ്പാർട്ട്മെൻറ്റോ എത്ര ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വീതിച്ച് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. അപ്പോൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ നിങ്ങൾക്ക് മെയിനായിട്ട് നമുക്ക് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് ഓൺ ബേസിസ് ഓഫ് ഒരു സ്യൂട്ടബിൾ ബേസിസിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ ടെക്സ്റ്റിലുള്ളൊരു ബോക്സാണ്. അപ്പോൾ ഏകദേശം ഈ ഡിപ്രീസിയേഷൻ ഓഫ് അസറ്റ്, അതുപോലെ റെൻറ്റ്, ഇൻഷുറൻസ്, ഇതൊക്കെ എന്തിൻ്റെ ബേസിലാണ് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കേണ്ടതെന്നാണ് ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ ഐറ്റം ഓഫ് ഓവർ ഹെഡ്, നമ്മുടെ ഓരോ ഓവർ ഹെഡ് എക്സ്പെൻസസും നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടായിരിക്കും. ആ ഓരോ ഓവർ ഹെഡ് എക്സ്പെൻസസും എന്തിൻ്റെ ബേസിലാണ്, ബേസ് പ്രോബ്ലത്തിൽ തരും. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം എന്തിൻ്റെ ബേസിലാണ് നമ്മുടെ ഓരോ എക്സ്പെൻസസും നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ വീതിച്ച് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ ഡിപ്രീസിയേഷൻ ഓഫ് അസറ്റ് ഇതൊരു നമ്മുടെ ഓവർ ഹെഡാണ്. അപ്പോൾ അങ്ങനെ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ എന്തിൻ്റെ ബേസിൽ വേണം നമ്മൾ വീതിച്ചു കൊടുക്കാൻ, അസറ്റ് വാല്യൂ. റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് അസറ്റിന് ഒന്ന് ചിന്തിക്കും നമ്മൾ. അപ്പോൾ അസറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അസറ്റിൻ്റെ റിപ്പയർ മെയിൻ്റനൻസിനും വേണ്ടി വരുന്ന ഓവർ ഹെഡ് എക്സ്പെൻസ് എന്തിൻ്റെ ബേസിൽ നമ്മൾ വിധിച്ചു കൊടുക്കും, അസറ്റ് വാല്യൂവിൻ്റെ ബേസിൽ നമ്മൾ വിധിച്ചു കൊടുക്കും. ഇൻഷുറൻസ് ഓഫ് അസറ്റിൻ്റെ മുകളിലെടുത്തുള്ള ഇൻഷുറൻസ് എക്സ്പെൻസ് അതെന്തിൻ്റെ ബേസിലാണ്, അസറ്റ് വാല്യൂവിൻ്റെ ബേസിൽ നമ്മൾ അപ്പോർഷൻ ചെയ്യും. എന്നുവെച്ചാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും വീതിച്ചു കൊടുക്കും. ലൈറ്റിംഗ്, നമ്മുടെ ഓർഗനൈസേഷൻ്റെ ലൈറ്റിംഗ് എക്സ്പെൻസ് അത് എന്തിൻ്റെ ബേസിൽ അപ്പോർഷൻ ചെയ്യുക, നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ അത് തന്നിട്ടില്ലെങ്കിൽ ഫ്ലോർ ഏരിയ, അതിൻ്റെ ബേസിൽ നമ്മൾ അപ്പോർഷൻ ചെയ്യും. പവർ ആയാലും അതുപോലെ തന്നെ ഹോഴ്സ് പവർ ഓഫ് മെഷീൻ അല്ലെങ്കിൽ വാല്യൂ ഓഫ് പ്ലാന്റിൻ്റെ ബേസിൽ നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കും. റെൻറ്റ് കൊടുക്കുക നമ്മുടെ ഫ്ലോർ ഏരിയയുടെ ബേസിൽ. അപ്പോൾ റെൻറ്റ് എക്സ്പെൻസ് നമ്മൾ എന്തിൻ്റെ ഇതിൽ ഇതാക്കും, ബേസ് ഓഫ് അപ്പോർച്ച്മെൻറ്റ് ഫ്ലോർ ഏരിയ ആണ്. റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബിൽഡിംഗ് അതും ഫ്ലോർ ഏരിയയുടെ ബേസിൽ. അതുപോലെ ക്യാൻറ്റീൻ എക്സ്പെൻസ്, വെൽഫെയർ എക്സ്പെൻസസ് ഒക്കെ നമ്പർ ഓഫ് എംപ്ലോയീസ്. അപ്പോൾ ഇതൊന്ന് ഏകദേശം മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ തന്നെ നമുക്ക് എന്തിൻ്റെ ബേസിലാണ് നമുക്ക് എക്സ്പെൻസസ് പ്രോബ്ലത്തിൽ തരും. ആ എക്സ്പെൻസസ് അത് കണ്ടില്ലേ, ഈ പ്രോബ്ലം നോക്കുമ്പോൾ കുറേ എക്സ്പെൻസസ് തന്നിട്ടുണ്ട്, അതിൻ്റെ അടിയിൽ തന്നിട്ടുണ്ട് ഇങ്ങനെ ബേസുകളും തരും. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതണം. ഇപ്പോൾ റെൻറ്റ് എന്തിൻ്റെ ബേസിൽ അപ്പോർഷൻ ചെയ്ത് കൊടുക്കാം, റിപ്പയേഴ്സ് എന്തിൻ്റെ ബേസിൽ വേണം ഇതാണ് നമുക്ക് ടോട്ടൽ എക്സ്പെൻസസ് ആണ് നമുക്ക് പ്രോബ്ലത്തിൽ തരിക. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസസുകൾ എന്തിൻ്റെ ബേസിൽ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വീതിച്ചു കൊടുക്കാം, അതിനുള്ളത് അവർ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാണ് വേണ്ടത്. ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ കുറച്ച് വലുതാണ്, അത് പഠിക്കാൻ പഠിക്കാൻ കാണാപ്പാടല്ല, അത് ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലായിരിക്കും. അതാണെങ്കിൽ ഇത് ഫോട്ടോസ്റ്റാറ്റ് എല്ലാവരും എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിലൊരു ചെറിയ ഇതാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഓവർ ഹെഡ്, അതിൻ്റെ ബേസിസ് ഓഫ് അപ്പോർച്ച്മെൻറ്റ്, റെൻറ്റ്, റേറ്റ്സ്, ടാക്സ്. ഒന്ന് ചിന്തിക്കുക, ഓർഗനൈസേഷൻ റെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് എന്തിൻ്റെ ബേസിലായിരിക്കും, എത്ര ഏരിയ ഓക്യുപ്പൈഡ് ചെയ്തിട്ടുണ്ട്, ഫ്ലോർ ഏരിയയുടെ ബേസിൽ. റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബിൽഡിംഗ് ഫ്ലോർ ഏരിയയുടെ ബേസിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം.
പിന്നെ വരുന്നതാണ് ഡിപ്രീസിയേഷൻ എന്തിൻ്റെ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്യുക? അസറ്റ് വാല്യൂൻ്റെ ബേസിൽ. ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ്, പവർ ആകുമ്പോൾ ഹോഴ്സ് പവർ ഓഫ് മെഷീൻ. ജനറൽ ഓവർ ഹെഡ് എന്ത് നോട്ട് ചെയ്യണം? ജനറൽ ഓവർ ഹെഡ് എപ്പോഴും ഡയറക്റ്റ് വേജിൻ്റെ ബേസിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എന്തെങ്കിലും ജനറലായിട്ട് ഒരു ഓവർ ഹെഡ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു ഓവർ ഹെഡ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വേജിൻ്റെ ബേസിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. സ്റ്റോഴ്സ് ഓവർ ഹെഡൊക്കെ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ ബേസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ESI PF കോൺട്രിബ്യൂഷൻ, ESIയും PFും അതൊക്കെ ആർക്കുണ്ടാവുക? വേജിൻ്റെ ബേസിലാണ്. എംപ്ലോയീസിൻ്റെ വേജിൻ്റെ ബേസിലാണ് ESIയും PF ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് വേജിൻ്റെ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ ഓവർ ടൈം കോസ്റ്റ് ഡയറക്റ്റ് ലേബർ ഹവേഴ്സിൻ്റെ ബേസിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. നമുക്ക് ഐറ്റംസും ഏകദേശം നമുക്ക് തന്നിട്ടുള്ള ബേസിസും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവേണ്ടതാണ്. പ്രോബ്ലം ശ്രദ്ധിക്കാം. ടെക്സ്റ്റിലുള്ള പ്രോബ്ലമാണ്. ഇലിസ്ട്രേഷൻ 1, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ തന്നിരിക്കുന്നു. എ കമ്പനി ഹാസ് 4 ഡിപ്പാർട്ട്മെൻറ്റ്സ് A, B, C ആൻഡ് D. 4 ഡിപ്പാർട്ട്മെൻറ്റാണ് ഒരു കമ്പനിക്കുള്ളത്. A, B ആൻഡ് C ആർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് D ഈസ് എ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതിൽ Aയും Bയും Cയും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് തന്നിട്ടുണ്ട്. D എന്താണ്? സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. ഫോളോയിങ് ആർ ദ കോസ്റ്റ് ഓഫ് ദിയർ എൻഡഡ് 31st December 2010 റിലേറ്റിംഗ് ടു ദ ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ ഈ ABCD ഡിപ്പാർട്ട്മെൻറ്റ് 4 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഈ വർഷത്തെ കോസ്റ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റാണ് തന്നിരിക്കുന്നത്. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനേക്കും നമ്മൾ വീതിച്ചു കൊടുക്കണം. ഇത് ആ ബിസിനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് മുഴുവൻ ഉണ്ടായിട്ടുള്ള ടോട്ടൽ കോസ്റ്റാണ്. റെൻറ്റ് 20,000 എന്ന് പറയുമ്പോൾ എന്താ? ആ ഈ 4 ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും കൂടി വന്നിട്ടുള്ള കോസ്റ്റാണ് എന്ത്? 20,000. അപ്പോൾ 20,000-ൽ A ഡിപ്പാർട്ട്മെൻറ്റിന് എത്ര വന്നു? B ഡിപ്പാർട്ട്മെൻറ്റിന് എത്ര വന്നു? C ഡിപ്പാർട്ട്മെൻറ്റിന് എത്ര വന്നിട്ടുണ്ട്? D ഡിപ്പാർട്ട്മെൻറ്റിന് എത്ര വന്നിട്ടുണ്ട്? ഇതും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിക്കണം. ഇങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? നമ്മൾ ബേസിസ് ഓഫ് അപ്പോർച്ച്മെൻറ്റ് നോക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? ഇതൊക്കെ തന്നിരിക്കുന്നത് നമ്മുടെ ടോട്ടൽ കോസ്റ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ടോട്ടൽ കോസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമ്മൾ എന്ത് ചെയ്യണം? വീതിച്ചു കൊടുക്കണം. അതാണ് നമ്മൾ ഈ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ചെയ്യണത്. ബോത്ത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു? അവരുടെ ഓരോ സ്യൂട്ടബിൾ ബേസിസിൽ നമ്മൾ ഈ ടോട്ടൽ കോസ്റ്റിനെ വീതിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എക്സ്പെൻസസ് തന്നിരിക്കുന്നത്. പിന്നെ എന്താ തന്നിരിക്കുന്നത്? ഇതൊക്കെയാണ് നമ്മുടെ ബേസിസ് ഓഫ് അപ്പോർച്ച്മെൻറ്റ്. ഇതിൻ്റെ ബേസിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഓരോ എക്സ്പെൻസസിനും വീതിച്ചു കൊടുക്കാൻ. അപ്പോൾ നോക്കൂ, നമുക്ക് ഏരിയ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് വർക്കേഴ്സ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് വേജ് തന്നിട്ടുണ്ട്, വാല്യൂ ഓഫ് പ്ലാന്റ് തന്നിട്ടുണ്ട്, വാല്യൂ ഓഫ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. പിന്നെ എന്ത് തന്നിരിക്കുന്നു? അപ്പോർഷൻ ദ കോസ്റ്റ് ടു വാരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ദ മോസ്റ്റ് ഇക്വിറ്റബിൾ ബേസിസിൽ നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു? ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട് എന്ന് നമ്മളോട് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക, വീതിച്ചു കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സാധാ പ്രോബ്ലം ചെയ്യുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഓരോ എക്സ്പെൻസസിൻ്റെ നേരെ എന്തിൻ്റെ ബേസിലാണ് നമുക്ക് വീതിച്ചു കൊടുക്കേണ്ടതെന്ന് നോക്കാം. പിന്നെ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ, അതുപോലെ ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ് ഒക്കെ വരില്ലേ? ഈ മൂന്നും തന്നിട്ടുണ്ടെങ്കിൽ അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ കൊടുക്കരുത്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കോളത്തിൽ നമ്മൾ എഴുതുന്നില്ല. ഓൺലി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എമൗണ്ട് കോളത്തിൽ മാത്രം കാണിച്ചാൽ മതി. കാരണം ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്, അത് എന്തല്ല? ഓവർ ഹെഡ് അല്ല. അത് കാരണം ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറിയിൽ നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. ശ്രദ്ധിക്കണം, ഡയറക്റ്റ് മെറ്റീരിയലോ ഡയറക്റ്റ് ലേബറോ ഡയറക്റ്റ് എക്സ്പെൻസസോ അങ്ങനെ എന്തെങ്കിലും ഡയറക്റ്റ് എക്സ്പെൻസസ് തരികയാണെങ്കിൽ നമ്മളത് ഏതിൽ കാണിക്കരുത്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോളത്തിൽ കാണിക്കരുത്. ഓൺലി എവിടെ മാത്രം കാണിക്കുക? സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോളത്തിൽ മാത്രം എഴുതിയാൽ മതി. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഓരോ എക്സ്പെൻസസ് വായിച്ചിട്ട് എന്തിൻ്റെ ബേസിലൊക്കെ നമുക്കതിന് വീതിച്ചു കൊടുക്കാമെന്ന് നോക്കാം. റെൻറ്റ് നമ്മുടെ നമ്മുടെ ബിൽഡിങ്ങിന് വേണ്ടി വരുന്ന റെൻറ്റ് എന്തിൻ്റെ ബേസിലാണ്? നമ്മുടെ ടേബിൾ നോക്കി നോക്കൂ. റെൻറ്റ് എന്തിൻ്റെ ബേസിലാണ് വിധിച്ചു കൊടുത്തിരിക്കണേ? റെൻറ്റ്
ഫ്ലോർ ഏരിയയുടെ ബേസിലാണ് വീതിച്ചു കൊടുത്തിരിക്കുന്നത്. എന്തിൻ്റെ ബേസിൽ നമുക്ക് വീതിക്കണം? ബേസ് ഓഫ് അപ്പോർച്ച്മെൻറ്റ് ഫ്ലോർ ഏരിയ ആണ്. നമുക്ക് തന്നിട്ടുണ്ടോ നോക്കാം. ഇതാ ഏരിയ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എന്തിൻ്റെ ബേസിൽ അപ്പോർഷൻ ചെയ്യണം? ഏരിയയുടെ ബേസിൽ നമുക്ക് അപ്പോർഷൻ ചെയ്യണം. സൈഡിൽ എഴുതിയിടാം. നെക്സ്റ്റ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് എക്സ്പെൻസ് ആണ് റിപ്പയേഴ്സ്. റിപ്പയേഴ്സ് നമുക്ക് എന്തിനായിട്ട് നോക്കാം? നമ്മുടെ ഇതിൽ ഏകദേശം തന്നിട്ടുള്ളത് എന്താ റിപ്പയർ ചെയ്യാൻ? നമ്മുടെ പ്ലാന്റ് ആൻഡ് മെഷീനറി. അപ്പോൾ വാല്യൂ ഓഫ് പ്ലാന്റിൻ്റെ ബേസിൽ നമുക്ക് അപ്പോർഷൻ ചെയ്ത് കൊടുക്കാം. അത് മാർക്ക് ചെയ്ത് പോവുക. പിന്നെ വരുന്നത് ഡിപ്രീസിയേഷൻ എപ്പോഴും എന്തിൻ്റെ ബേസിലാണ്? നമുക്ക് പോകുമ്പോൾ അസറ്റ് വാല്യൂ. ഇവിടുത്തെ അസറ്റ് നമ്മുടെ പ്ലാന്റ് ആണ്. അപ്പോൾ വാല്യൂ ഓഫ് പ്ലാന്റിൻ്റെ ബേസിൽ തന്നെ നമുക്ക് എന്തും ചെയ്യാം? ഡിപ്രീസിയേഷനും നമുക്ക് അപ്പോർഷൻ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് എക്സ്പെൻസ് ആണ് ലൈറ്റിംഗ് നോക്കുമ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഏകദേശം എന്താ തോന്നുന്നത്? ലൈറ്റിംഗ് ഇവിടെ നോക്കുമ്പോൾ നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഫ്ലോർ ഏരിയ. നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ് നമുക്കിതിൽ തന്നിട്ടില്ല, പക്ഷേ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഏരിയ തന്നിട്ടുണ്ട് ഫ്ലോർ ഏരിയയുടെ ബേസിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ലൈറ്റിംഗ് എക്സ്പെൻസസിനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വരുന്നത് സൂപ്പർവിഷനൊക്കെ നമുക്ക് കോമൺ ആയിട്ടൊന്ന് ഗസ് ചെയ്താൽ മതി. സൂപ്പർവിഷൻ ആർക്കാണ് ചെയ്യുക? ആരെയായിരിക്കും നമ്മൾ സൂപ്പർവിഷൻ ചെയ്യുക? എംപ്ലോയീസിനെ. അപ്പം നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അതിനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്നതാണ് എന്ത്? നെക്സ്റ്റ് ഇൻഷുറൻസ് ഓഫ് സ്റ്റോക്കിൻ്റെ മുകളിലുള്ള ഇൻഷുറൻസ് എക്സ്പെൻസ്. വാല്യൂ ഓഫ് സ്റ്റോക്ക് അത് തന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് സ്റ്റോക്കിൻ്റെ ബേസിൽ. പിന്നെ വരുന്നത് എന്താ? എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു ESIക്ക് നമ്മുടെ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ. ഇവിടെ നോക്കി നോക്കൂ. ESIക്കുള്ള കോൺട്രിബ്യൂഷൻ എപ്പോഴും എന്തിൻ്റെ ബേസിലായിരിക്കും? ഡയറക്റ്റ് വേജസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് എംപ്ലോയീസ്. ഡയറക്റ്റ് വേജസ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഡയറക്റ്റ് വേജസിൻ്റെ ബേസിൽ നമുക്ക് എടുക്കാം. പിന്നെ വരുന്നത് പവർ വരുമ്പോൾ എന്താണ് തന്നിരിക്കുന്നത്? ഹോഴ്സ് പവർ ഓഫ് മെഷീൻ അല്ലെങ്കിൽ വാല്യൂ ഓഫ് പ്ലാന്റ്. അപ്പോൾ ഹോഴ്സ് പവർ ഓഫ് മെഷീൻ ഇല്ല, വാല്യൂ ഓഫ് പ്ലാന്റിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇവിടെ പവർ നമുക്ക് വാല്യൂ ഓഫ് പ്ലാന്റ്. നെക്സ്റ്റ് ക്യാൻറ്റീൻ എക്സ്പെൻസസ് ഇവിടെ നോക്കുമ്പോൾ ക്യാൻറ്റീൻ എക്സ്പെൻസ് നമ്പർ ഓഫ് എംപ്ലോയീസ് അല്ലെങ്കിൽ ഡയറക്റ്റ് വേജ്. നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഡയറക്റ്റ് വേജ് എടുക്കാം അല്ലെങ്കിൽ നമ്പർ ഓഫ് വർക്കേഴ്സ് എടുക്കാം. ഡയറക്റ്റ് വേജിൻ്റെ നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻറ്റീൻ എക്സ്പെൻസ് കൊടുക്കാം. അപ്പോൾ ഇത്രയും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പെൻസസ് നമ്മൾ ഫസ്റ്റ് നോക്കി. ടോട്ടൽ എക്സ്പെൻസാണ് തന്നിരിക്കുന്നത്. അത് നമ്മൾ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കൊക്കെ നമ്മൾ വീതിച്ചു കൊടുക്കണം. അത്ര നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ബേസിസ് ഓഫ് അപ്പോർച്ച്മെൻറ്റ് കണ്ടുപിടിച്ചു. എന്തിൻ്റെ ബേസിലാണ് നമ്മളിതിനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് നോക്കി. ഏകദേശം മനസ്സിലായി. നമുക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവും. രണ്ട് ഏരിയയുടെ ബേസിലാണ് കൊടുക്കുക. റിപ്പയർ വരുമ്പോൾ പ്ലാന്റ് ആയിരിക്കും. ഡിപ്രീസിയേഷൻ എപ്പോഴും അസറ്റിൻ്റെ ബേസിലാണ്. ലൈറ്റിംഗ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഏരിയ. സൂപ്പർവിഷൻ എപ്പോഴും വർക്കേഴ്സിനെയാണ് സൂപ്പർവൈസ് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് വേജിൻ്റെ ബേസിലോ അല്ലെങ്കിൽ നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെ ബേസിലോ നമുക്ക് കൊടുക്കാം. ഇൻഷുറൻസ് ഓഫ് സ്റ്റോക്ക് ആൻഡ് ഇൻഷുറൻസ് സ്റ്റോക്ക് വാല്യൂ തന്നിട്ടുണ്ട്. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു ESI. എപ്പോഴും ESIക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്തിൻ്റെ ബേസിലായിരിക്കും? നമ്മുടെ സാലറി അല്ലെങ്കിൽ നമ്മുടെ വേജിൻ്റെ ബേസിൽ. അപ്പോൾ ഡയറക്റ്റ് വേജസ്. പവർ വരുമ്പോൾ ഹൗസ് പവർ ഓഫ് മെഷീൻ അല്ലെങ്കിൽ വാല്യൂ ഓഫ് പ്ലാന്റ്. ക്യാൻറ്റീൻ എക്സ്പെൻസ് വരുമ്പോൾ നമ്പർ ഓഫ് വർക്കേഴ്സോ അല്ലെങ്കിൽ ഡയറക്റ്റ് വേജിൻ്റെ ബേസിൽ. അപ്പോൾ ഏകദേശം ബേസ് മനസ്സിലാക്കാം. എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണ്, ബേസ് കറക്റ്റായിട്ട് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളൊരു വർക്കിംഗ് നോട്ട് അല്ലെങ്കിൽ ഒരു അസംഷൻ കൊടുക്കുക. ഇവിടെ റിപ്പയേഴ്സ് ഞാൻ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ ഇന്നതിൻ്റെ ബേസിലാണെന്ന് നമ്മൾ ഈ പ്രോബ്ലത്തിൽ നമ്മൾ ഇന്നതിൻ്റെ ബേസിലാണ് ഞാനിത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഡിപ്രീസിയേഷനൊക്കെ എപ്പോഴും അസറ്റ് വാല്യൂൻ്റെ തന്നെ ആയിരിക്കും. ക്യാൻറ്റീൻ എക്സ്പെൻസ് നമുക്ക് എന്ത് പറഞ്ഞു? നമ്പർ ഓഫ് വർക്കേഴ്സ് എടുക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് വേജ് എടുക്കാം. ഇൻ ദിസ് പ്രോബ്ലം ക്യാൻറ്റീൻ എക്സ്പെൻസ് ഈസ് അപ്പോർഷൻഡ് ഓൺ ദ ബേസ് ഓഫ് ഡയറക്റ്റ് വേജ്. നിങ്ങൾ ഡയറക്റ്റ് വേജിൻ്റെ ബേസിലാണ് നിങ്ങൾ അപ്പോർഷൻ ചെയ്ത് വെച്ചാൽ ഡയറക്റ്റ് വേജ് അല്ലെങ്കിൽ അസംഷൻ കൊണ്ട് കൊടുക്കുക. ഇൻ ദിസ് പ്രോബ്ലം ക്യാൻറ്റീൻ എക്സ്പെൻസ് ഈസ് അപ്പോർഷൻഡ് ഓൺ ദ ബേസ് ഓഫ് നമ്പർ ഓഫ് വർക്കേഴ്സ്. നമുക്ക് ഡൗട്ട് തോന്നുന്നത് നമ്മൾ എന്ത് കൊടുക്കുക? ഒരു വർക്കിംഗ് നോട്ട് പോലെ ഒരു അസംഷൻ കൊടുത്തിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് മിസ്റ്റേക്സുകൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? ഒരു അസംഷൻ കൊടുത്തിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ കേട്ടോ, എല്ലാതും അസംഷൻ കൊടുത്തിട്ട് എഴുതാതിരിക്കരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ സ്കോർ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ
പ്രോബ്ലത്തിൻ്റെ അവർക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്, ഈ കുട്ടി ഇതായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നതെന്ന് അവർക്ക് തോന്നും. അപ്പോൾ ഒരു അസംഷൻ കൊടുക്കുക നമുക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം. നമുക്ക് ഇനി പ്രോബ്ലം ഒന്ന് ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്മളെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ എക്സ്പെൻസസും അതിൻ്റെ ബേസിസ് ഓഫ് അപ്പോർഷൻമെൻറ്റും മാർക്ക് ചെയ്തു. ഇനി അതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി വരയ്ക്കണം. ഇത് വരച്ചതിന് ശേഷം ഹെഡ് കൊടുക്കുക കേട്ടോ. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറിന്ന് ഹെഡ് കൊടുത്തിരിക്കണം. എൻ്റെ ഹെഡ് കൊടുക്കാം. ഫസ്റ്റ് ഹെഡ് വരുന്നത് ഐറ്റം ഓഫ് എക്സ്പെൻസ് ആണ്. ഐറ്റം ഓഫ് എക്സ്പെൻസ്. നെക്സ്റ്റ് ഹെഡ് ബേസിസ് ഓഫ് അപ്പോർഷൻമെൻറ്റ്. ആ എക്സ്പെൻസ് എന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നത്, വീതിച്ച് കൊടുക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ടോട്ടൽ. നമുക്ക് തന്നിട്ടുള്ള ഈ ടോട്ടൽ എക്സ്പെൻസസുകൾ ഏതാണുള്ള കോളം. നെക്സ്റ്റ് 2 ഡിപ്പാർട്ട്മെൻറ്റാണ് വരുന്നത്. ഒന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ എന്ത് വരുന്നുണ്ട്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. എയും ബിയും സിയും. അതുപോലെ തന്നെ ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ ഡി. ഇത്രയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഐറ്റംസ് എഴുതാം. അതിനു മുമ്പ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പ്രോബ്ലത്തിൽ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇത്തരത്തിലുള്ള ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത് ആദ്യം എഴുതുക. എന്നിട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ ഈ ഡയറക്റ്റ് കോസ്റ്റുകളൊന്നും അലോക്കേറ്റ് ചെയ്യുന്നില്ല. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോളത്തിലെ എമൗണ്ട് നില്ലായിരിക്കും. ഓൺലി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്റ്റ് എക്സ്പെൻസ് മാത്രം നമ്മൾ എഴുതത്തുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കണം. ഫസ്റ്റ് നമുക്ക് എന്തുണ്ട്, നമ്മുടെ പ്രോബ്ലത്തിൽ നമുക്ക് ഡയറക്റ്റ് വേജസ് തന്നിട്ടുണ്ട്. ബേസിസിൽ നമ്മൾ കാണിക്കുക അലോക്കേഷൻ എന്നാണ് കാണിക്കുക. നെക്സ്റ്റ് ടോട്ടൽ എക്സ്പെൻസ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഡയറക്റ്റ് വേജ് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്റ്റ് വേജസോ ഡയറക്റ്റ് എക്സ്പെൻസസ്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഒന്നും നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കില്ല. കാരണം ഡയറക്റ്റ് ആണ്. ഇറ്റ് ഫോംഡ് ആസ് എ പാർട്ട് ഓഫ് പ്രൈം കോസ്റ്റ്. ഇതെന്താണ് ഓവർ ഹെഡ് എന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെയാണ് നമ്മൾ ഓവർ ഹെഡ് എന്ന് പറയാം. അത് കാരണം നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർ ഹെഡ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ കോളത്തിൽ 10,000 എഴുതുക. ദെൻ എ കോളം, ബി കോളം, സി കോളം. ഇത് 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് നില്ലാണ്. ഓൺലി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം 10,000 കാണിക്കുന്നു. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ നെക്സ്റ്റ് എക്സ്പെൻസസ് ഏതാ വരുന്നത്, റെൻ്റാണ്. ബേസിസ് ഓഫ് അപ്പോർഷൻമെൻറ്റ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്തിൻ്റെ ബേസിലാണ്, ഓൺ ദ ബേസിസ് ഓഫ് ഫ്ലോർ ഏരിയ. അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രോബ്ലത്തിൻ്റെ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്ലോർ ഏരിയയുടെ ബേസിലാണ് നമുക്ക് എന്ത് വേണ്ടത്, റെൻറ്റിന് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളിതിനെ സ്മോൾ റേഷ്യോസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഏരിയ വരുന്നത് വർക്കിംഗ് നോട്ട് പോലെ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ സ്മോൾ കാൽക്കുലേഷൻസ് ആണ്, അത്ര കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻസ് ഒന്നും അല്ലല്ലോ. അപ്പോൾ ഡയറക്റ്റായിട്ട് എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ പ്രൊപ്പോർഷൻ കിട്ടിയെന്നുള്ളത് ഇങ്ങനെയും വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഏരിയയുടെ വരുമ്പോൾ 75:550:450:250 ആണ് വരുന്നത്. ഫ്ലോർ ഏരിയയുടെ ബേസിലാണ് നമുക്ക് എന്ത് വേണ്ടത്, റെൻറ്റിന് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളിതിനെ സ്മോൾ റേഷ്യോസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഏരിയ വരുന്നത് വർക്കിംഗ് നോട്ട് പോലെ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ സ്മോൾ കാൽക്കുലേഷൻസ് ആണ്, അത്ര കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻസ് ഒന്നും അല്ലല്ലോ. അപ്പോൾ ഡയറക്റ്റായിട്ട് എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ പ്രൊപ്പോർഷൻ കിട്ടിയെന്നുള്ളത് ഇങ്ങനെയും വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഏരിയയുടെ വരുമ്പോൾ 75:550:450:250 ആണ് വരുന്നത്.
ഇത് നമുക്ക് 55 5 11 ടൈംസ് പോവും. 45 9 25 5. അപ്പോൾ 15:11:9:5. ഇതാണ് ഈ ഒരു ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ റെൻറ്റിനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 15:11:9:5. ടോട്ടൽ എക്സ്പെൻസ് റെൻറ്റിൻ്റെ എത്രയാണ്? 20,000 ആണ്. അപ്പോൾ ടോട്ടൽ കോളത്തിൽ നമുക്ക് എന്ത് എഴുതണം? 20,000 എഴുതണം. നെക്സ്റ്റ് ഇനി എയുടെ എക്സ്പെൻസ് നമുക്ക് എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടി 20,000 എക്ക് എത്രയാണ്, ബി ഡിപ്പാർട്ട്മെൻറ്റിന് എത്രയാണ്, സി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എത്രയാണ്, അതുപോലെ തന്നെ ഡി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഓരോ റേഷ്യോ കണ്ടുവച്ചിട്ടുണ്ട്. ഈ ബേസിൽ ഇതാണ് ബേസിസ് ഓഫ് അപ്പോർച്ച്മെൻറ്റ്. ഈ കാൽക്കുലേറ്റഡ് വാല്യൂ ഈ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ എന്ത് വരാം? 20,000 ആണ് നമുക്ക് ടോട്ടൽ എക്സ്പെൻസ്. അതിൻ്റെ 15/40 കിട്ടിയത് ടോട്ടൽ 15 + 11 + 9 + 5 ആണ് 14. 15/40 ചെയ്യുമ്പോൾ നമുക്ക് 7,500 കിട്ടും. ഈ ടോട്ടൽ എക്സ്പെൻസായ 20,000ത്തിൻ്റെ 15/40 ഭാഗം ആണ് എന്ത്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെൻറ്റ്. നെക്സ്റ്റ് നമുക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബിയുടെ റെൻറ്റ് കാണണമെങ്കിൽ 20,000 × 11/40. അപ്പോൾ നമുക്ക് 5,500 കിട്ടും. 5,500 കിട്ടും. നെക്സ്റ്റ് വരുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സിയുടെ കോസ്റ്റ് കാണാൻ 20,000 × ഇവിടെ 9/40. അപ്പോൾ 4,500 വരും. ലാസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് കാണാൻ 20,000 × ഇവിടെ 5 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊപ്പോർഷൻ 5/40 2,500 വരും. ഇപ്പോൾ ഇതൊന്ന് ടോട്ടൽ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് 20,000 കിട്ടുന്നുണ്ടോ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റാണ്. ഇനി നെക്സ്റ്റ് ഐറ്റം എടുക്കാം. നെക്സ്റ്റ് വരുന്നത് റിപ്പയേഴ്സാണ്. ഐറ്റം ഓഫ് എക്സ്പെൻസ് കുളത്തിൽ എക്സ്പെൻസ് ചെയ്ത റിപ്പയേഴ്സ് എഴുതുന്നു. നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബേസിസിലാണ് അപ്പോർച്ച്മെൻറ്റ് വാല്യൂ ഓഫ് പ്ലാന്റ്. പ്രോബ്ലത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് വാല്യൂ ഓഫ് പ്ലാന്റ്. വാല്യൂ ഓഫ് പ്ലാന്റിൻ്റെ വർക്കിംഗ് നോട്ട് വേണമെങ്കിൽ വർക്കിംഗ് നോട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ വർക്കിംഗ് നോട്ട് പോലെ നമുക്കതിൻ്റെ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാം. വാല്യൂ ഓഫ് പ്ലാന്റ് 1,20,000 90,000 60,000 then 30,000. 4 zeros കട്ട് ചെയ്യാം. 3 നമുക്ക് 3 1 2 3 4:3:2:1. ഇത് ഈ പ്രൊപ്പോർഷനിൽ നമുക്ക് എന്ത് ചെയ്യണം? റിപ്പയേഴ്സിന് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ എഴുതാം 4:3:2:1. റിപ്പയേഴ്സിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് എത്രയാണ്? പ്രോബ്ലത്തിൽ 12,000 ആണ്. ഈ 12,000ന് എന്ത് ചെയ്യുക? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 12,000 × 4/7 4/10. അപ്പോൾ നമുക്ക് 4,800 കിട്ടും. നെക്സ്റ്റ് വരുന്നത് 12,000 × 3/10. അപ്പോൾ എത്ര വരും? 3,500 വരും. നെക്സ്റ്റ് 12,000 ×
2/10 2100 വരും. നെക്സ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 12,000 ഇൻറ്റു 1/10 1200 വരും. ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ചെയ്യണം. നെക്സ്റ്റ് എക്സ്പെൻസ് വരുന്നത് എന്താണ്? ഡിപ്രീസിയേഷൻ എന്തിൻ്റെ ബേസിലാണ്? വാല്യൂ ഓഫ് പ്ലാന്റ്. ബേസിസ് ഓഫ് അപ്പോർച്ച്മെൻറ്റ് എഴുതി, കാരണം വാല്യൂ ഓഫ് പ്ലാന്റ് തന്നെ സെയിം റേഷ്യോ. ടോട്ടൽ ഡിപ്രീസിയേഷൻ്റെ എക്സ്പെൻസ് നമുക്ക് പ്രോബ്ലം നോക്കിയിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 9,000 ആണ്. ഇനി സാധാ പോലെ ചെയ്യുക. എ ഡിപ്പാർട്ട്മെൻറ്റ് 9,000 ഇൻറ്റു 4/10 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 3,000 വരും. 3,600. ഇവിടെ 9,000 ഇൻറ്റു 3/10 ചെയ്തിട്ടുണ്ടെങ്കിൽ 2,700. 9,000 ഇൻറ്റു 2/10 ചെയ്തിട്ടുണ്ടെങ്കിൽ 1,800. 9,000 ഇൻറ്റു 1/10 ചെയ്തിട്ടുണ്ടെങ്കിൽ 900. നെക്സ്റ്റ് എക്സ്പെൻസ് പ്രോബ്ലത്തിൽ നോക്കുമ്പോൾ എന്താണ്? ലൈറ്റിങ്ങിൻ്റെ ബേസിസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാല്യൂ ഓഫ് ഏരിയ, ഫ്ലോർ ഏരിയയുടെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്പോർഷൻ ചെയ്യണത്. ഫ്ലോർ ഏരിയയുടെ അതും ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. 15:11:9:5. അപ്പോൾ ഈ ബേസിസിൽ നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. ലൈറ്റിംഗ് ടോട്ടൽ എക്സ്പെൻസ് വന്നിട്ടുള്ളത് 2,000 ആണ്. അപ്പോൾ ഇനി 2,000 ഇൻറ്റു 15/40 അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ 750 വരും. അതുപോലെ തന്നെ ഇവിടെ അതുപോലെ തന്നെ 2,000 ഇൻറ്റു 11/40 ചെയ്തിട്ടുണ്ടെങ്കിൽ 550 വരും. 2,000 ഇൻറ്റു 9/40 ചെയ്തിട്ടുണ്ടെങ്കിൽ 450 വരും. 2,000 ഇൻറ്റു 5/40 ചെയ്തിട്ടുണ്ടെങ്കിൽ 250 വരും. നെക്സ്റ്റ് എക്സ്പെൻസ് നോക്കുക. ലൈറ്റിംഗ്. അപ്പോൾ സൂപ്പർവിഷൻ്റെ ബേസിസ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പർവിഷൻ്റെ ബേസിസ് ഓഫ് അപ്പോർച്ച്മെൻറ്റ് എഴുതിയിട്ടുണ്ട്. എന്തിൻ്റെ ബേസിലായിരുന്നു? നമ്പർ ഓഫ് വർക്കേഴ്സ്. എപ്പോഴും വർക്കേഴ്സിനെയാണ് നമ്മൾ സൂപ്പർവൈസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു കോമൺ സെൻസിൽ എടുത്താൽ മതി. നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെ ബേസിൽ നമ്മൾ സൂപ്പർവിഷൻ എക്സ്പെൻസസിന് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ഓഫ് വർക്കേഴ്സ് പറയുമ്പോൾ അതിൻ്റെ വർക്കിംഗ് നോട്ട് വേണമെങ്കിൽ കൊടുക്കുക. വർക്കിംഗ് നോട്ടൊന്നും വേണ്ട, ശരിക്ക് വേണമെങ്കിൽ റേഷ്യോ എപ്പോഴും ഏറ്റവും സ്മോളസ്റ്റ് ഫോമിൽ എഴുതായിരിക്കും നല്ലത്. അതല്ലേ ഡിവൈഡ് ചെയ്യാനൊക്കെ സുഖം. 12:, ഇവിടെ നോക്കുമ്പോൾ നമ്പർ ഓഫ് വർക്കേഴ്സ് 12:8:6:4. 2 കട്ട് ചെയ്യുമ്പോൾ 2, 3, 4, 6. 6:4:3:2. 15. 6:4:3:2. അപ്പോൾ സൂപ്പർവിഷൻ നോക്കാം. ഫുൾ എക്സ്പെൻസസ് എത്ര വരെ? സൂപ്പർവിഷൻ 30,000 ആണ് ടോട്ടൽ എക്സ്പെൻസ് വരുന്നത്. ടോട്ടൽ കോളത്തിൽ നമ്മൾ എഴുതി. പിന്നെ നമ്മൾ സാധാ പോലെ ഡിപ്പാർട്ട്മെൻറ്റ് എക്കും ബിക്കും സിക്കും ഡിക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. 30,000 ഇൻറ്റു 6/15 അപ്പോൾ 12,000 വന്നു. 30,000 ഇൻറ്റു 4/15 അപ്പോൾ 8,000. ഇനി 30,000 ഇൻറ്റു 3/15 6,000. 30,000 ഇൻറ്റു 2/15 4,000. നെക്സ്റ്റ് വരുന്ന എക്സ്പെൻസ് ആണ് നമ്മുടെ ഇൻഷുറൻസ് ഓഫ് സ്റ്റോക്ക്. ഇൻഷുറൻസ് ഓഫ് സ്റ്റോക്ക് എന്തിൻ്റെ ബേസിലായിരിക്കും? നമ്മൾ വാല്യൂ ഓഫ് സ്റ്റോക്കിൻ്റെ ബേസിൽ നമുക്ക് അപ്പോർഷൻ ചെയ്യാൻ.
വാല്യൂ ഓഫ് സ്റ്റോക്ക് നോക്കുമ്പോൾ 75,000 ഇൻറ്റു 45,000 റേസ് ടു 30,000. അതിനും വേണമെങ്കിൽ ചെറിയ രൂപത്തിലാക്കാം. വാല്യൂ ഓഫ് സ്റ്റോക്ക് 75,000 to 45,000 raised to 35,000. 30,000. Zeros പോവും. 75 5 5 ചെറുതാക്കുമ്പോൾ ഏറ്റവും ചെറുതാക്കുമ്പോൾ 5 പിന്നെ 3 2 5:3:2. ഇവിടെ 5:3:2 നമുക്ക് ഡിവൈഡ് ചെയ്യാം. വാല്യൂ ഓഫ് സ്റ്റോക്ക് ടോട്ടൽ എക്സ്പെൻസ് വാല്യൂ ഓഫ് ഇൻഷുറൻസ് ഓഫ് സ്റ്റോക്കിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് 10,000 ആണ്. പിന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 10,000 ഇൻറ്റു 5/10. 5,000. Next 10,000 into 3/10. 3,000. 5,000. 10,000 into 2/10. 2,000. ഇവിടെ എന്തില്ല? സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നില്ലാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എമൗണ്ടിലെ നില്ല് പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ് എക്സ്പെൻസ് വരുന്നത് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു ESI. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു ESIയിലേക്കും PFയിലേക്കും എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എന്തിൻ്റെ ബേസിസിൽ നമ്മൾ ഇതാക്കും? ഡയറക്റ്റ് വേജ്, ഓൺ ദ ബേസ് ഓഫ് ഡയറക്റ്റ് വേജസ്. കാരണം വേജിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് കൊടുക്കുക? ESIയും PFും കൊടുക്കുക. അപ്പോൾ ഡയറക്റ്റ് വേജിൻ്റെ ബേസിൽ നമുക്ക് അപ്പോർഷൻ ചെയ്യാൻ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ഡയറക്റ്റ് വേജിൻ്റെ പോർഷൻ ഡയറക്റ്റ് വേജ് നോക്കാം. 4:3:2:1. ഇതിൽ നിന്ന് ഏറ്റവും ചെറിയ രൂപമാക്കുമ്പോൾ 4 zeros പോയാൽ മതി. അപ്പോൾ 4:3:2:1. ടോട്ടൽ എക്സ്പെൻസ് ESIയുടെ വന്നിരിക്കുന്നത് 3,000 ആണ്. സാധാ ചെയ്യുന്ന പോലെ 3,000 ഇൻറ്റു 4/10. 1,200. 3,000 into 3/10. 900. 3,000 into 2/10. 600. Next 3,000 into 1/10. 300. പിന്നെയും വരുന്നത് നെക്സ്റ്റ് എക്സ്പെൻസ് വരുന്നത് പവറാണ്. പവർ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിൻ്റെ ബേസിലാണ്? വാല്യൂ ഓഫ് പ്ലാന്റിൻ്റെ ബേസിൽ നമ്മൾ അപ്പോർഷൻ ചെയ്യുന്നു. വാല്യൂ ഓഫ് പ്ലാന്റ് അതിൻ്റെ പ്രൊപ്പോർഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. വാല്യൂ ഓഫ് പ്ലാന്റ് 4:3:2:1 കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളതാണ്. 4:3:2:1. ടോട്ടൽ എക്സ്പെൻസ് എത്രയാണ്? പവർ 18,000 ആണ്. അതിന് നമ്മൾ സാധാ ചെയ്യണ പോലെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ 7,200, 5,400, 3,600, 1,800 വരും. നെക്സ്റ്റ് ലാസ്റ്റത്തെയാണ് ഇത് ക്യാൻറ്റീൻ എക്സ്പെൻസ്. അതെന്തിൻ്റെ ബേസിലായിരിക്കും? ക്യാൻറ്റീൻ എക്സ്പെൻസ് നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെ ബേസിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതും 4:3:2:1 ബേസാണ്. ടോട്ടൽ എക്സ്പെൻസ് വന്നിരിക്കുന്നത് 12,000 ആണ്. 12,000 ഇൻറ്റു 4 നമ്പർ ഓഫ് വർക്കേഴ്സ് വരുന്നത് 6:4:3:2. അപ്പോൾ ടോട്ടൽ 12,000 ആണ്. അപ്പോൾ അതിന് നമ്മൾ സാധാ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. 4,800, 3,200 സാധാ ചെയ്യുന്ന പോലെ തന്നെ 2,400,
1600. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലാസ്റ്റ് ഓരോ കോളംസും ലാസ്റ്റ് നമ്മൾ ടോട്ടൽ കോളം എ ഡിപ്പാർട്ട്മെൻറ്റ് കോളം, ബി ഡിപ്പാർട്ട്മെൻറ്റ് കോളം, സി ഡിപ്പാർട്ട്മെൻറ്റ് കോളം ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ എ ഡിപ്പാർട്ട്മെൻറ്റിന് എത്ര കോസ്റ്റ് വരുന്നു, ടോട്ടൽ ബി ഡിപ്പാർട്ട്മെൻറ്റിന് എത്ര കോസ്റ്റ് വരുന്നു, ടോട്ടൽ സി ഡിപ്പാർട്ട്മെൻറ്റിന് എത്ര കോസ്റ്റ് വരുന്നു, ടോട്ടൽ ഡി ഡിപ്പാർട്ട്മെൻറ്റിന് എത്ര കോസ്റ്റ് വരുന്നു. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 1,26,000. ഇതാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റിൻ്റെ ടോട്ടൽ വരിക. എ ഡിപ്പാർട്ട്മെൻറ്റ് 46,850, 32,850, 23,750, 22,550. ഇതൊക്കെയാണ് എന്ത് ടോട്ടൽ കോസ്റ്റായിട്ട് നമ്മുടെ വരിക. ഫസ്റ്റ് വേറെ ഒന്നുമില്ല, നമുക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ബേസ് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഓരോ എക്സ്പെൻസസും നമ്മൾ ആ ബേസിൻ്റെ ഇതിൽ നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നു. ഒരേ ഒരു കാര്യം, ഡയറക്റ്റ് മെറ്റീരിയലോ ഡയറക്റ്റ് വേജോ ഡയറക്റ്റ് ലേബറോ തരികയാണെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്ത് കൊടുക്കരുത്. ഓൺലി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം ഷോൺ ചെയ്താൽ മതി. ഇത്രയാണ് ഈ പ്രോബ്ലത്തിൽ വരുന്നത്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മർ. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ തന്നെ എന്താണ്, നമ്മുടെ ടോട്ടൽ കോസ്റ്റിനെ ബോത്ത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എല്ലാത്തിലേക്കും സ്യൂട്ടബിൾ ബേസിസിൽ നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാം, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. അപ്പോൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ നിങ്ങൾക്ക് മെയിനായിട്ട് നമുക്ക് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് ഓൺ ബേസിസ് ഓഫ് ഒരു സ്യൂട്ടബിൾ ബേസിസിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ ടെക്സ്റ്റിലുള്ളൊരു ബോക്സാണ്. അപ്പോൾ ഏകദേശം ഈ ഡിപ്രീസിയേഷൻ ഓഫ് അസറ്റ്, അതുപോലെ റെൻറ്റ്, ഇൻഷുറൻസ്, ഇതൊക്കെ എന്തിൻ്റെ ബേസിലാണ് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കേണ്ടതെന്നാണ് ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ ഐറ്റം ഓഫ് ഓവർ ഹെഡ്, നമ്മുടെ ഓരോ ഓവർ ഹെഡ് എക്സ്പെൻസസും നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടായിരിക്കും. ആ ഓരോ ഓവർ ഹെഡ് എക്സ്പെൻസസും എന്തിൻ്റെ ബേസിലാണ്, ബേസ് പ്രോബ്ലത്തിൽ തരും. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം എന്തിൻ്റെ ബേസിലാണ് നമ്മുടെ ഓരോ എക്സ്പെൻസസും നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ വീതിച്ച് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ ഡിപ്രീസിയേഷൻ ഓഫ് അസറ്റ് ഇതൊരു നമ്മുടെ ഓവർ ഹെഡാണ്. അപ്പോൾ അങ്ങനെ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ എന്തിൻ്റെ ബേസിൽ വേണം നമ്മൾ വീതിച്ചു കൊടുക്കാൻ, അസറ്റ് വാല്യൂ. റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് അസറ്റ്, അസറ്റിന് ഒന്ന് ചിന്തിക്കും നമ്മൾ. അപ്പോൾ അസറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അസറ്റിൻ്റെ റിപ്പയർ മെയിൻ്റനൻസിനും വേണ്ടി വരുന്ന ഓവർ ഹെഡ് എക്സ്പെൻസ് എന്തിൻ്റെ ബേസിൽ നമ്മൾ വിധിച്ചു കൊടുക്കും, അസറ്റ് വാല്യൂൻ്റെ ബേസിൽ നമ്മൾ വിധിച്ചു കൊടുക്കും. ഇൻഷുറൻസ് ഓഫ് അസറ്റ്, അസറ്റിൻ്റെ മുകളിലെടുത്തുള്ള ഇൻഷുറൻസ് എക്സ്പെൻസ് അതെന്തിൻ്റെ ബേസിലാണ്, അസറ്റ് വാല്യൂൻ്റെ ബേസിൽ നമ്മൾ അപ്പോർഷൻ ചെയ്യും. എന്നുവെച്ചാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും വീതിച്ചു കൊടുക്കും. ലൈറ്റിംഗ്, നമ്മുടെ ഓർഗനൈസേഷനിൽ ലൈറ്റിംഗ് എക്സ്പെൻസ് അത് എന്തിൻ്റെ ബേസിൽ അപ്പോർഷൻ ചെയ്യുക, നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ അത് തന്നിട്ടില്ലെങ്കിൽ ഫ്ലോർ ഏരിയ അതിൻ്റെ ബേസിൽ നമ്മൾ അപ്പോർഷൻ ചെയ്യും. പവർ ആയാലും അതുപോലെ തന്നെ ഹോഴ്സ് പവർ ഓഫ് മെഷീൻ അല്ലെങ്കിൽ വാല്യൂ ഓഫ് പ്ലാന്റിൻ്റെ ബേസിൽ നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കും. റെൻറ്റ് റേറ്റ്സ്, റെൻറ്റ് കൊടുക്കുക നമ്മുടെ ഫ്ലോർ ഏരിയയുടെ ബേസിൽ. അപ്പോൾ റെൻറ്റ് എക്സ്പെൻസ് നമ്മൾ എന്തിൻ്റെ ഇതിൽ ഇതാക്കും, ബേസ് ഓഫ് അപ്പോർച്ച്മെൻറ്റ് ഫ്ലോർ ഏരിയ ആണ്. റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബിൽഡിംഗ് അതും ഫ്ലോർ ഏരിയയുടെ ബേസിൽ. അതുപോലെ ക്യാൻറ്റീൻ എക്സ്പെൻസ്, വെൽഫെയർ എക്സ്പെൻസസ് ഒക്കെ നമ്പർ ഓഫ് എംപ്ലോയീസ്. അപ്പോൾ ഇതൊന്ന് ഏകദേശം മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ തന്നെ നമുക്ക് എന്തിൻ്റെ ബേസിലാണ് നമുക്ക് എക്സ്പെൻസസ് പ്രോബ്ലത്തിൽ തരും. ആ എക്സ്പെൻസസ് അത് കണ്ടില്ല, ഈ പ്രോബ്ലം നോക്കുമ്പോൾ കുറേ എക്സ്പെൻസസ് തന്നിട്ടുണ്ട്, അതിൻ്റെ അടിയിൽ തന്നിട്ടുണ്ട് ഇങ്ങനെ ബേസുകളും തരും. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതണം. ഇപ്പോൾ റെൻറ്റ് എന്തിൻ്റെ ബേസിൽ അപ്പോർഷൻ ചെയ്ത് കൊടുക്കാം, റിപ്പയേഴ്സ് എന്തിൻ്റെ ബേസിൽ വേണം നമ്മൾ, ഇതാണ് നമുക്ക് ടോട്ടൽ എക്സ്പെൻസസ് ആണ് നമുക്ക് പ്രോബ്ലത്തിൽ തരിക. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസസുകൾ എന്തിൻ്റെ ബേസിൽ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വീതിച്ചു കൊടുക്കാം അതിനുള്ളത് അവർ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാണ് വേണ്ടത്. ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ കുറച്ച് വലുതാണ്, അത് പഠിക്കാൻ പഠിക്കാൻ കാണാപ്പാടല്ല, അത് ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലായിരിക്കും. അതാണെങ്കിൽ ഇത് ഫോട്ടോസ്റ്റാറ്റ് എല്ലാവരും എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിലൊരു ചെറിയ ഇതാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഓവർ ഹെഡ്, അതിൻ്റെ ബേസിസ് ഓഫ് അപ്പോർച്ച്മെൻറ്റ്, റെൻറ്റ്, റേറ്റ്സ്, ടാക്സ്. ഒന്ന് ചിന്തിക്കുക, ഓർഗനൈസേഷൻ റെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് എന്തിൻ്റെ ബേസിലായിരിക്കും, എത്ര ഏരിയ ഓക്യുപ്പൈഡ് ചെയ്തിട്ടുണ്ട്, ഫ്ലോർ ഏരിയയുടെ ബേസിൽ. റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബിൽഡിംഗ് ഫ്ലോർ ഏരിയയുടെ ബേസിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. പിന്നെ വരുന്നതാണ് ഡിപ്രീസിയേഷൻ എന്തിൻ്റെ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്യുക, അസറ്റ് വാല്യൂൻ്റെ ബേസിൽ. ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ്. പവർ ആകുമ്പോൾ ഹോഴ്സ് പവർ ഓഫ് മെഷീൻ. ജനറൽ ഓവർ ഹെഡ് എന്ത് നോട്ട് ചെയ്യണം, ജനറൽ ഓവർ ഹെഡ് എപ്പോഴും ഡയറക്റ്റ് വേജിൻ്റെ ബേസിൽ നമ്മൾ
ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എന്തെങ്കിലും ജനറലായിട്ടൊരു ഓവർ ഹെഡ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു ഓവർ ഹെഡ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വേജിൻ്റെ ബേസിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. സ്റ്റോഴ്സ് ഓവർ ഹെഡൊക്കെ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ ബേസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ESI PF കോൺട്രിബ്യൂഷൻ, ESIയും PFും അതൊക്കെ ആർക്കുണ്ടാവുക? വേജിൻ്റെ ബേസിലാണ്. എംപ്ലോയീസിൻ്റെ വേജിൻ്റെ ബേസിലാണ് ESIയും PF ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് വേജിൻ്റെ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ ഓവർ ടൈം കോസ്റ്റ് ഡയറക്റ്റ് ലേബർ ഹവേഴ്സിൻ്റെ ബേസിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. നമുക്ക് ഐറ്റംസും ഏകദേശം നമുക്ക് തന്നിട്ടുള്ള ബേസിസും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവേണ്ടതാണ്.